എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ ചെറിയ വീഡിയോ വളരെ അപ്രതീക്ഷിതമായി നടന്ന എന്നാൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. മിനിഞ്ഞാന്ന് അർദ്ധരാത്രിയോടുകൂടെ ഇവിടെ നല്ല മഴയും കാറ്റും ഇടിയുമൊക്കെ ആയിരുന്നു. ആളുകൾ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റ് ബാൽക്കണിയിലൊന്ന് നോക്കിയതാ പോയിട്ട്. അപ്പോൾ ബാൽക്കണിയിൽ എങ്ങനെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയണ്ടേ. അപ്പം അങ്ങനെ രാവിലെ ബാൽക്കണിയിൽ പോയിട്ട് നോക്കിയതാ. രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒരു 10 മണി 10:15 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. ബാൽക്കണിയിലുള്ള വെള്ളമൊക്കെ ഒരുവിധം എല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. എന്നാലും പൊടിയും പിന്നെ അതിലുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വൃത്തിയാക്കേണ്ട കാര്യങ്ങളും ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒന്ന് വന്ന് എൻ്റെ കഴുത്തിൽ നിന്നത്. ഒരു വിരുന്നുകാരനായിരുന്നു അത്. ഇയാളായിരുന്നു അത്. അങ്ങനെ അതിനെ പുറത്ത് വിടാതെ ഞങ്ങൾ പതുക്കെ റൂമിനുള്ളിലേക്ക് എടുത്തിട്ട് വന്നു. കാരണം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ താഴത്ത് പൂച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിനെന്തായാലും ജീവനോടെ പിന്നെ കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അതിന് വെള്ളവും പാലും ആപ്പിളും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തു. അതേപോലെ അതിനിരിക്കാനൊക്കെ ഓരോ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ അതിനെ അവിടെ തന്നെ സൂക്ഷിച്ചു. എന്തായാലും തലേ ദിവസത്തെ ആ കാറ്റിൽ വഴി തെറ്റി ഞങ്ങളുടെ അരികിലെത്തിയതാവോ ആ പാവം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. പിന്നെ നമ്മൾ അതിനെ എത്ര തന്നെ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എത്ര സന്തോഷം അതിന് തീറ്റ കൊടുത്താലും ശരി, നമ്മളിതുപോലെ കളിപ്പിച്ചാലും ശരി, എങ്ങനെ തന്നെ ആയാലും ചിലപ്പോൾ അതിന് വിഷമം വരുന്നുണ്ടാവും. ആ ഒരു ഉടമസ്ഥനെ അതിന് മിസ്സാവുന്നുണ്ടാവും. എന്തായാലും അതേപോലെ തന്നെ ഉടമസ്ഥനും എത്രയേറെ വിഷമിക്കുന്നുണ്ടാവും. ഞങ്ങളിങ്ങനെ അതൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ബിൽഡിങ്ങിലെ വാച്ച്മാനോടും അതേപോലെ അടുത്തുള്ള ബിൽഡിങ്ങിൽ അറിയുന്ന ആൾക്കാരോടും വാച്ച്മാനോടും ഒക്കെ തന്നെ ചോദിച്ചു, ആർക്കെങ്കിലും ഇതേപോലെ ഒരു പക്ഷിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ അതിൻ്റെ കാലിൽ ഒരു ടാഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ആരോ വളർത്തുന്നത് തന്നെയാണ്, ഇവിടെ അടുത്താവുന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊന്നും ആരുടേതും അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെയും കൊണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെയാണ് ആ കാലിലെ ടാഗിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. അതിനകത്തൊരു മൊബൈൽ നമ്പറും അതേപോലെ ഇൻസ്റ്റാ ID ഉണ്ടായിരുന്നു. നമ്മൾ ആ നമ്പറിൽ വിളിച്ചപ്പോൾ മനസ്സിലായി അതൊരു പെറ്റ് ഷോപ്പിൻ്റെ നമ്പറാണെന്ന്. അതും ഇവിടെ അടുത്തുള്ള പെറ്റ് ഷോപ്പല്ല, ദൂരത്തുള്ള പെറ്റ് ഷോപ്പാണ്. എന്നാൽ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, ഈ കുഞ്ഞിക്കിളിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ആ പെറ്റ് ഷോപ്പ് വഴി ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ കിളി വന്നത് മുതൽ എൻ്റെ തോളിൽ തന്നെ കയറിയിരിക്കുകയായിരുന്നേ. ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ അത്രയും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും അതെൻ്റെ കൂടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. എത്രയോ ദിവസമായിട്ട് കണ്ടിട്ടുള്ള പരിചയം പോലെയായിരുന്നു അതിൻ്റെ ഒരു ഇരിപ്പും നടപ്പും. എനിക്കിങ്ങനെയുള്ളതിനൊക്കെ കളിപ്പിക്കാനും കാണാനും കൊഞ്ചിപ്പിക്കാനും ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ അതിൻ്റെ തൂവൽ എനിക്ക് കുറച്ചൊന്ന് അലർജിയാണ്. എന്നാലും ഇതിനെ നോക്കിയും കളിപ്പിച്ചു ഇരുന്നു കേട്ടോ. ഇന്നലെ എൻ്റെ എല്ലാ പണികളും വൈകിട്ടാണ് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ ആവുമ്പോഴേക്കൊക്കെ കുറേ സമയം പിടിച്ചു. കാരണം എന്തെങ്കിലും പണി ചെയ്യാമെന്ന് വിചാരിച്ച് പോകാൻ നോക്കുമ്പോഴേക്കും ഇത് കഴുത്തിൽ വന്ന് കയറും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒക്കെ എല്ലാവരുമായിട്ടൊന്ന് ഇണങ്ങി അങ്ങനെ എൻ്റെ കഴുത്തിൽ നിന്ന് മാറി വേറെ ആളുടെ കഴുത്തിലൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് പോകാൻ തുടങ്ങി. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തും അതങ്ങനെ ഇരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ പതുക്കെ പോയിരിക്കാൻ തുടങ്ങി. എന്നാലും ഞങ്ങൾക്ക് എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ. കാരണം നമ്മുടെ വീട്ടിലേക്ക് വേറെ ആരോ വന്ന പോലെയുള്ള ഒരു ഫീലിങ്. ഈ ഒരു വിരുന്നുകാരനാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി ഇന്നലെ. വൈകുന്നേരം ആയപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ വിളിച്ചു കേട്ടോ. ആ ദമ്പതികൾ ഞങ്ങളുടെ റൂമിലെത്തി. ആ പെൺകുട്ടി റൂമിലേക്ക് കയറിയത് തന്നെ നിറ കണ്ണുകളോടെയായിരുന്നു. അവരിവിടെ വന്നിരുന്ന് അത് കുറേ കഴിഞ്ഞപ്പോഴാണ് പക്ഷി ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് പോയത്. അത് കുറേ നേരമായിട്ട് ആ കർട്ടൻ്റെ മുകളിലും പിന്നെ ദൈവത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവളിങ്ങനെ ഈ പക്ഷിയുടെ കടി നോക്കി നിൽക്കുക. പിന്നെ അതിനെങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പക്ഷിയെ കൈ കിട്ടിയപ്പോഴും അതേപോലെ തന്നെ സന്തോഷം കൊണ്ട് കണ്ണ് നിറയായിരുന്നു. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സ് നിറഞ്ഞു. ഞങ്ങൾ ചോദിച്ച ഒരു ബിൽഡിങ്ങിലുള്ള അതേ ആളുകൾ തന്നെയാണ് ഇതുണ്ടായിരുന്നത്. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ബിൽഡിങ്ങിലാണ്, 2 ബിൽഡിംഗ് അപ്പുറത്തുള്ളവരാണ് ഇവർ. അപ്പം അവർക്ക് അറിയാണ്ടായിരിക്കും ഇവരുടെ കയ്യിൽ പക്ഷി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവർ അതേപോലെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാവരും. പക്ഷിയെ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അത് ഉച്ചയ്ക്ക് എന്തോ ആണ് അവർ ചെയ്തത് തോന്നുന്നു. അതിനുശേഷമായിരിക്കും പെറ്റ് ഷോപ്പിൽ നിന്ന് ഇവർക്ക് വിളി പോയിട്ടുണ്ടാവുക. അങ്ങനെ എന്തായാലും അവർ സന്തോഷത്തോടെ ഈ പക്ഷിയെ വന്ന് വാങ്ങിയിട്ട് അവർ പോയി. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇതൊക്കെ കേട്ട് സഹിച്ചിരുന്നല്ലോ. ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ അവർ വീണ്ടും വിളിച്ചു.
സ്നേഹസൂചകമായിട്ടൊരു സമ്മാനം നൽകണമെന്നും പറഞ്ഞിട്ട്, അതായത് ഞങ്ങൾക്കൊരു സമ്മാനം തരണമെന്നും പറഞ്ഞിട്ടാണ് അവരുടെ വിളി ഉണ്ടായിരുന്നത്. ഞങ്ങളാവുന്നതും പറഞ്ഞു സമ്മാനമൊന്നും വേണ്ടാന്ന്, അവർക്ക് ഞങ്ങൾക്ക് ഉള്ള സമ്മാനം തന്നേ മതിയാവുള്ളൂ. അവർ പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ സന്തോഷമാണ്, അതുകൊണ്ട് നിങ്ങളിത് വാങ്ങിയേ മതിയാവൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അവർ നേരിട്ട് റൂമിലേക്ക് വന്ന് ഞങ്ങൾക്ക് സമ്മാനമൊക്കെ തന്നു. എന്നിട്ട് അവർ തിരിച്ചുപോയി. അവർക്ക് എന്തായാലും ഇന്നും അതേപോലെ തന്നെ അവർ നല്ല സന്തോഷത്തോടു കൂടെയുള്ള ഇന്നലത്തെ പോലെ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ പക്ഷിയെ തിരിച്ചു കിട്ടി അവർക്ക്. അതിൻ്റേതായ ആ ഒരു സന്തോഷം ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന് വേറൊരു രീതിയിൽ അവരുടെ മുഖത്തുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തൊട്ടാണ് അവർ പറഞ്ഞത്. അത്രയേറെ ബന്ധമാണ് അവർക്ക് ആ ഒരു പക്ഷിയായിട്ടുണ്ടായിരുന്നത് എന്ന്. ആ കുഞ്ഞു ജീവനെ സുരക്ഷിതമായിട്ട് അവരുടെ കൈകളിൽ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞതും അവർക്ക് ആ പക്ഷിയോടുള്ള ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എല്ലാം തന്നെ ഒരു എന്താ പറയുക, നമുക്കും അത് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. ആ പക്ഷിയെ ചെറുതായപ്പോൾ തന്നെ അവരുടെ റൂമിൽ കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. 9 മാസമായി ഇപ്പോൾ ആ പക്ഷിക്ക്. അവർ ദിവസവും രാവിലെ ആ കുഞ്ഞു കിളീനെ ജനലിനുള്ളിൽ കൂടെ പറത്തി വിടുകയും അതേപോലെ അത് കുറച്ച് സമയം അങ്ങനെ കറങ്ങിയിട്ട് അവരുടെ അടുത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുകയുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ആ പാവത്തിന് ഇന്നലെ അവിടെ എത്താൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ മഴ പെയ്തതുകൊണ്ടുള്ള കാലാവസ്ഥ മാറ്റം കൊണ്ടോ എന്തുകൊണ്ടോ ആയിരിക്കും ആ കിളിക്ക് വഴി തെറ്റിയതായിരിക്കും. പാവം ആ പെൺകുട്ടി ഇതേപോലെ ആ പക്ഷിയെ പോയത് മുതൽക്ക് ഒരേ ഇരിപ്പാണ്, കരച്ചിലാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിനെ സുരക്ഷിതമായിട്ട് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാൻ പറ്റിയതും അതിന് ഞങ്ങളൊരു നിമിത്തമായതും എല്ലാം തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി.